ശ്വാസമെടുത്ത് ഇന്ന് മെഡിറ്റേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രം ഇങ്ങനെയാണ്: ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച്, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. നേരെയിരിക്കാം. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. ഞാൻ തനിച്ചല്ല, ഈശോ എൻ്റെ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ ഞാൻ തനിച്ചാണ് എന്ന തോന്നലുകൾ മനസ്സിൽ ഉയർന്നു വന്നേക്കാം. പല കാര്യങ്ങളിലും ഞാൻ തനിച്ചാണ്, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്നു, എല്ലാ കാര്യങ്ങളും തനിച്ച് ചെയ്യേണ്ടി വരുന്നു. ഒരു തുണയില്ല, ഒരു സഹായമില്ല, ഒരു നന്ദി വാക്ക് പറയാൻ, ഒരു നല്ല വാക്ക് പറയാൻ കൂടെ ആരുമില്ല. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഞാൻ തനിച്ചാണ് എന്ന ചിന്തകളെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഈശോ കൂടെയുണ്ട്. എന്നോട് മിണ്ടാൻ ആരുമില്ല എന്ന ചിന്തകൾ ഈശോയെ ഏൽപ്പിക്കാം. എന്നോട് സംസാരിക്കാൻ ആരുമില്ല, എന്നോട് ചോദിക്കാനും പറയാനും ആരുമില്ല. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എൻ്റെ മക്കൾ എൻ്റെ കൂടെയില്ല, ജീവിത പങ്കാളി കൂടെയില്ല, സുഹൃത്തുക്കളില്ല. ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയാൽ തന്നെ അത് കുറ്റപ്പെടുത്തുന്നതിനുള്ള വാക്കുകളായി മാറുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എനിക്ക് ആശ്രയിക്കാൻ ഒരു മനുഷ്യനില്ല, എന്നെ ശക്തിപ്പെടുത്താൻ ആളില്ല. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കുഞ്ഞെ, നിന്നോട് ഈ പ്രഭാതത്തിൽ നിന്റെ ഈശോ പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. എനിക്കൊരു കാര്യം പറഞ്ഞു തരാൻ, എന്നെ നല്ല വഴിക്ക് നടത്താൻ, എനിക്കൊരു ഡയറക്ഷൻ തരാൻ ആരുമില്ല. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എനിക്ക് വേണ്ടി ഒന്ന് കൈ നീട്ടിത്തരാൻ ആരുമില്ല. എൻ്റെ കരം പിടിച്ച് നടത്താൻ, എന്നെ മോനെ എന്നൊന്ന് വിളിക്കാൻ, എന്നെ മോളെ എന്നൊന്ന് വിളിക്കാൻ, എന്നെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ, മൂർധാവിൽ ഒരു ചുംബനം തരാൻ, കവിളത്തൊന്ന് തലോടാൻ ഒരാളുമില്ല. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന മന്ത്രം അതാണ്: ഈശോ എൻ്റെ കൂടെയുണ്ട്. എന്നെ ശക്തിപ്പെടുത്തുന്ന മന്ത്രമാണത്. എൻ്റെ ഭാരങ്ങളെല്ലാം എനിക്ക് അവൻ്റെ കരങ്ങളിൽ ഇറക്കി വയ്ക്കാൻ കഴിയും. കാരണം അവൻ തളരാത്തവനാണ്, അവൻ മടുക്കാത്തവനാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഞാൻ എത്ര പാപിയാണെങ്കിലും, എൻ്റെ പാപം എത്ര വലുതാണെങ്കിലും, നിന്നെക്കൊണ്ട് ഞാൻ മടുത്തു എന്ന് അവൻ എന്നോട് പറയുന്നില്ല. മനുഷ്യർ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം, നിന്നെക്കൊണ്ട് ഞാൻ പൊറുതിമുട്ടി, നിന്നെക്കൊണ്ട് ഞാൻ മടുത്തു, ഇറങ്ങിത്തരാവോ, പോയി തരാവോ
എന്നൊക്കെ പറയുന്ന, ഒന്ന് കൺമുൻപിൽ വരാതിരിക്കാവോ എന്നൊക്കെ പറയുന്ന, ഒന്ന് മിണ്ടാതിരിക്കാവോ എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ടാകാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുപറയാം, ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. ഒരുമിച്ച് 10 പ്രാവശ്യം പറയാം. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എന്നെ ഒരു 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 സാക്ഷിയാക്കി മാറ്റുന്നു. കരങ്ങൾ മടിത്തട്ടിൽ വീണ്ടും തുറന്നു വയ്ക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ എന്നെ ശക്തിപ്പെടുത്തുന്നത്, എന്നെ ധൈര്യപ്പെടുത്തുന്നത്, എൻ്റെ പാപാവസ്ഥകളിലും എൻ്റെ കൂടെ നടന്ന് എന്നെ സമുദ്ധരിക്കുന്നത്, ഈശോ എന്നെ സുഖപ്പെടുത്തുന്നത്, ഈശോ വീണ്ടും എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആനന്ദം തിരികെ തരുന്നത് എന്നെ സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടി കൂടെയാണ്. അവിടെ നിന്ന് എന്നെ വീണ്ടെടുത്തത്, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എന്നെ രക്ഷിച്ചത്, ഈ ഭൂമിയിൽ വീണ്ടും ജീവിതം തുടരാൻ അനുവദിക്കുന്നത് സാക്ഷിയാക്കി എന്നെ മാറ്റാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിനാൽ അവിടെ നിന്ന് എന്നെ അഭിഷേകം ചെയ്യുന്നത് എന്നെ സാക്ഷിയാക്കി മാറ്റാനാണ്. ജോർദാനിൽ ഈശോയിൽ എന്നതുപോലെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്കവിടെ നിന്ന് തരുന്നത് എന്നെ സാക്ഷിയാക്കി മാറ്റാൻ വേണ്ടിയാണ്. താബോറിൽ ഈശോയെ പൊതിഞ്ഞു പിടിച്ച പരിശുദ്ധാത്മാവ് എന്നെ പൊതിഞ്ഞു പിടിക്കുന്നത് ഞാൻ സാക്ഷിയായി മാറാൻ വേണ്ടിയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഞാൻ എത്ര തകർന്നവനാണെങ്കിലും, ഞാൻ എത്ര തകർന്നവളാണെങ്കിലും ഈശോ പറയുന്നു, കുഞ്ഞേ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ എത്ര അവഗണിക്കപ്പെട്ടവനാണെങ്കിലും, എത്ര തള്ളി മാറ്റപ്പെട്ടവളാണെങ്കിലും ഈശോ പറയുന്നു, മോളെ, മോനെ, കുഞ്ഞേ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എൻ്റെ പ്രതീക്ഷകളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു കിടക്കുകയാണെങ്കിലും, എൻ്റെ അന്തരാത്മാവ് ആരുമറിയാതെ തേങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, എൻ്റെ ഹൃദയം കരഞ്ഞ് കലങ്ങിക്കിടക്കുകയാണെങ്കിലും ഈശോ പറയുന്നു, മോളെ, മോനെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഒരു രാത്രിയും തീരാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. നിന്റെ രാത്രി അതവസാനിക്കും, പ്രഭാതം ഉദയം ചെയ്യും. നീ സാക്ഷിയായി തീരുമോ? കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരുന്ന വൻ കാര്യങ്ങൾ നീ ഉച്ചത്തിൽ പ്രഘോഷിക്കുമോ? ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം.
കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു പറയാം. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. 10 പ്രാവശ്യം ഒരുമിച്ച് പറയാം. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. 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 കരങ്ങൾ വീണ്ടും മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഈശോ കൂടെയുള്ളത് വീണ്ടും അനുഭവിക്കാം. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ പേരാണ് സാക്ഷിയായി തീരുക എന്നത്. ഈശോ എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തന്നു. അവൻ എൻ്റെ കൂടെ നടക്കുന്നു. അവൻ എന്നെ സുഖപ്പെടുത്തുന്നു. അവൻ എന്നെ ശക്തിപ്പെടുത്തുന്നു. അവൻ എന്നെ പരിലാളിക്കുന്നു. അവൻ എന്നെ പരിപാലിക്കുന്നു. അവൻ എനിക്ക് വഴികാട്ടിത്തരുന്നു. അവൻ എന്നെ എടുത്ത് ഉയർത്തുന്നു. അവൻ എന്നെ ഉന്നതമായ ശൃംഖങ്ങളിൽ, വിജയത്തിൻ്റെ ഉന്നതമായ ശൃംഖങ്ങളിൽ സ്ഥാപിക്കുന്നു. അവൻ എനിക്ക് സാന്ത്വനം തരുന്നു. തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് അവൻ എൻ്റെ മേൽ സമ്പത്ത് വർഷിക്കുന്നു. യുവസിംഹങ്ങൾ ഇരകിട്ടാതെ വലയുമ്പോൾ പോലും എനിക്ക് ഒന്നിനും കുറവ് വരാതെ അവൻ കാത്തുരക്ഷിക്കുന്നു. അവൻ എൻ്റെ കൂടെയുണ്ട്. അവൻ എൻ്റെ സ്വന്തമാണ്. ഉള്ളിലേക്ക് ശ്വാസമെടുക്കാം. എന്നാൽ കുഞ്ഞേ, നീ അവന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തതിൻ്റെ കണക്കുകൾ നിനക്ക് നിരത്താനുണ്ട്. നീ കർത്താവിന് വേണ്ടി എന്ത് സാക്ഷ്യമാണ് ഇതുവരെ നൽകിയിട്ടുള്ളത്? നീ എത്ര പേരോട് ഈശോയെക്കുറിച്ച് പറയുകയും എത്ര പേരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്? ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. സാക്ഷികളായി തീരാനാണ് ഈശോ ഇന്ന് നമ്മെ പ്രത്യേകമായി ക്ഷണിക്കുന്നത്. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. ആവർത്തിച്ച് പറയാം. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. ഈശോ എൻ്റെ കൂടെയുണ്ട്. 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 ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. വീശിക്കൊണ്ട് പറയാം. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റുന്നു. 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 മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം.
ഞാൻ ഈശോയുടെ സാക്ഷിയായി തീരുന്നത് മനസ്സിൽ ഭാവനയിൽ കാണാം. ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായി തീരാതെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായി തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് രൂപാന്തരീകരണം സംഭവിക്കുന്നത്. ഞാൻ എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും എൻ്റെ കഴിവുകളും എൻ്റെ സമ്പത്തും എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളായി തീരാതെ എൻ്റെ സുഖത്തിന് വേണ്ടി, എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളായി തീരുന്നതിനേക്കാൾ എൻ്റെ സമയവും സമ്പത്തും കഴിവുകളും സൗകര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി, അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് മനസ്സിൽ ഭാവനയിൽ കാണുകയും അതിനുവേണ്ടി തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് രൂപാന്തരീകരണമുണ്ടാകുന്നത്. ആത്മാവിൻ്റെ ചൈതന്യമേ, ആനന്ദസംഗീതമേ, പുതിയൊരു ഹൃദയം ഞങ്ങൾ